ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് പുതുക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. ജീവൻ്റെ പുതുക്കം, ആത്മാവിൻ്റെ പുതുക്കം എന്നിങ്ങനെയൊക്കെ. ഇന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ചിന്തിക്കുന്നത്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന ചില തിരുവചന ഭാഗങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഒരു പുതിയ നിയമവിശ്വാസിയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തിരുവചനം എങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമുക്കതിനെക്കുറിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രവാചകനും പുരോഹിതനും രാജാവുമായിട്ടാണ് സുവിശേഷങ്ങളിലും തിരുവെഴുത്തുകളിലും വെളിപ്പെടുന്നത്. ഇന്ന് കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ ഒരു മഹാപുരോഹിതന്റെ ശുശ്രൂഷയാണ് എന്ന് ഹെബ്രായ ലേഖനം നമ്മോട് പറയുകയാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ ഒരു വചനഭാഗം വായിച്ച് നമുക്കതിൽ നിന്ന് അല്പനേരം ധ്യാനിപ്പാൻ ദൈവം നമുക്കിടയാക്കും. 4-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തില്ല. നമ്മെ വളരെ ആശ്വസിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ്. പലപ്പോഴും ഹെബ്രായ ലേഖനം നന്നായി പഠിക്കുവാൻ പല വിശ്വാസികളും ശ്രമിക്കാറില്ല. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളെ ഓർപ്പിച്ചതാണ്, നിങ്ങൾ സുവിശേഷം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ പഠിക്കേണ്ടത് റോമാലേഖനമാണ്. കാരണം സുവിശേഷം അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി വീണ്ടും തൻ്റെ നീതീകരണത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള തൻ്റെ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് തിരിച്ചറിയുന്നത് റോമാലേഖനത്തിലൂടെയാണ്. റോമാലേഖനം പ്രത്യേകാൽ പ്രതിപാദിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. അതിനുശേഷമാണ് കൊരിന്ത്യ ലേഖനം. ഈ കൊരിന്ത്യ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിലും സഭാജീവിതത്തോടുള്ള ബന്ധത്തിലും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോമാലേഖനവും കൊരിന്ത്യ ലേഖനവും ഒക്കെ നാം പഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ശിശുക്കളായി തുടരുവാനിടയായിത്തീരും. നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിനോടുള്ള ബന്ധത്തിലും അതുപോലെ നമ്മുടെ ചർച്ച് ലൈഫിനോടുള്ള ബന്ധത്തിലുമൊക്കെ ഒരു പരിധി കഴിഞ്ഞും ഒരു കാലഘട്ടം കഴിഞ്ഞും ഒക്കെ ശിശുക്കളായി തുടരുവാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഈ ഹെബ്രായ ലേഖനം തന്നെ വളരെ ഘനമേറിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് അത് ഈടുറ്റതും ഘനവുമാണ്, അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമായ പലതുമുണ്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത്രത്തോളം ഈടുറ്റതും ഘനവുമുള്ളതുമായ ഈ ലേഖനങ്ങളെ ഒരു വിശ്വാസി പഠിക്കുന്നെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അത് വലിയ വളർച്ചയ്ക്ക് കാരണമായി തീരും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. എന്നാൽ ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഒരു ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. തീർച്ചയായും ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ പഠിക്കുന്നതും ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നതും നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ദൈവവചന ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായമാണ്. അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗമാണ് നാം അവിടെ വായിച്ചു കേട്ടത്. നമുക്ക് ഏറ്റവും പരിചിതമായ ദൈവവചന ഭാഗമാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതായി ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായി എന്നൊക്കെ പറയുന്ന ദൈവവചന ഭാഗം നിങ്ങൾക്കറിയാവുന്നതാണ്.
ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാം ഹെബ്രായ ലേഖനത്തിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയ വചനവും ഈ ഒരു വാക്യം തന്നെ ആയിരിക്കാം. എന്നാൽ ഹെബ്രായ ലേഖനം 4:12 പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തെക്കുറിച്ചല്ല, മറിച്ച് മഹാപുരോഹിതനായി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന വചനമായ ക്രിസ്തുവിനെ കുറിച്ചാണ്. അല്ലാതെ കേവലം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തെക്കുറിച്ചോ നമ്മുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനത്തെക്കുറിച്ചോ അല്ല. അവിടെ ലോഗോസ് അഥവാ വചനം എന്ന് പറയുന്നത് നമ്മെ നാം അറിയുന്നതിലും നന്നായി അറിയുന്ന ഒരു മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ നമ്മുടെ മഹാപുരോഹിതൻ നമ്മെക്കാൾ നമ്മെ നന്നായി അറിയുന്നു. നാം നമ്മെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുകയും നാം നമ്മെക്കുറിച്ച് ശോധന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ ശോധന ചെയ്യുകയും ചെയ്ത് നമ്മെ അറിയുന്ന മഹാപുരോഹിതൻ നമ്മോട് പറയുകയാണ്, നീ നിന്നെ അറിയുന്നതിനേക്കാൾ നിന്നെ എനിക്കറിയാവുന്നത് കൊണ്ട് നീ എൻ്റെ അടുക്കൽ ധൈര്യത്തോടെ കയറി വരും. ഇന്ന് മനോഹരമായ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രബോധന വാക്യമാണ്. കർത്താവ് നമ്മോട് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, നിന്റെ സകല ബലഹീനതകളോടും കൂടി, നിന്റെ സകല വീഴ്ചകളോടും കൂടി, നിന്റെ എല്ലാ പാപപ്രകൃതിയോടും കൂടി എനിക്ക് നിന്നെ അറിയാം. ആകയാൽ ധൈര്യത്തോടെ കൃപാസനത്തിനെങ്കിൽ വാ, എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുക, ഞാൻ നിന്നെ നിർത്താം. ഇങ്ങനെ നമ്മെ നിർത്തേണ്ടതിനും നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ പക്ഷപാതം ചെയ്യേണ്ടതിനും നല്ല മഹാപുരോഹിതനായ യേശുക്രിസ്തു പിതാവിൻ്റെ സമക്ഷത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനം തന്നെ നമ്മോട് പറയുന്നു, താൻ മുഖാന്തരം അഥവാ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ അവിടുന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നോട് അടുത്തു വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു കർത്താവ് പ്രാപ്തനാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം എന്തിനു വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസി ജയജീവിതത്തിനായിട്ടും വിശുദ്ധ ജീവിതത്തിനായിട്ടും വിളിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരുപക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പാപപ്രകൃതി നിമിത്തം, ആദാമ്യ വീഴ്ചയുടെ പ്രകൃതി നിമിത്തം പലപ്പോഴും സക്സസ്ഫുള്ളായിട്ട് അല്ല വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ അവർക്ക് കഴിയാറില്ല. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചും കഴിയാറുള്ളതല്ല. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ഇടപെട്ടതുപോലെ അല്ല പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്നതെന്ന് നാം പല എപ്പിസോഡുകളിലും കേട്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകളോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത മുറുകിപ്പറ്റുന്ന ഏതെങ്കിലും പാപാവസ്ഥകളോ ഉണ്ടെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ യേശുക്രിസ്തു ശക്തനാണ്. പിശാച് ഒരു വശത്ത് വിശ്വാസികളായവരുടെ ഹൃദയത്തിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഇട്ടിട്ട്, ഞാൻ കുറവുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ മേൽ പാപപ്രകൃതിയുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് എന്നെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നൊക്കെയുള്ള മനോഭാവങ്ങളിട്ട് ദൈവസന്നിധാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുവാൻ സാത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളെ ഞാൻ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യമോ പരസ്യവുമായ കുറവുകളെക്കുറിച്ച് നിങ്ങൾ പാപബോധമുള്ളവരാകുകയും അതിനെ കൃപാസനത്തിൽ നമുക്ക് വേണ്ടി നമ്മെ സഹായിപ്പാനിരിക്കുന്ന മഹാപുരോഹിതനായ യേശു കർത്താവിൻ്റെ അടുക്കൽ ഏറ്റുപറയുവാൻ അനുതാപ ഹൃദയത്തോടെ നിങ്ങൾ തയ്യാറാകുകയും ചെയ്താൽ പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാനും നമ്മോട് ക്ഷമിപ്പാനും നമ്മെ മടക്കി വരുത്തുവാനും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശു പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട് എന്നാണ് ഹെബ്രായ ലേഖനം നമ്മോട് പറയുന്നത്. നിങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാവും, ഹെബ്രായ ലേഖനം 3-ാം അധ്യായം തന്നെ നമ്മോട് പറയുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിനെന്നാണ്. അത് പറയുവാൻ കാരണമുണ്ട്. പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശയെയും പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനെയും കൂടെ അവിടുന്ന് കമ്പയർ ചെയ്തിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ നിസ്തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ലേഖന കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ യേശുവിനെ തന്നെ നോക്കുക, മറ്റൊന്നിനെ നോക്കരുത്. നാം ഈ ദൈവവചന ഭാഗം പഠിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഹെബ്രായ ലേഖനമൊക്കെ എഴുതുവാൻ ഇടയായ പശ്ചാത്തലവും ആ കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും നാം അറിയേണ്ടുന്ന ആവശ്യകതയുണ്ട്.
അപ്പം തന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വന്തം ബലത്തിലും അതുപോലെ സ്വന്തം നീതിയിലുമൊക്കെ ഉറച്ച് ദൈവസന്നിധാനത്തിൽ നിൽക്കുവാൻ കഴിയുമെന്നൊക്കെ വൃഥാവായിട്ട് ആഗ്രഹിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തോടാണ് ഹെബ്രായ ലേഖകൻ ഇക്കാര്യങ്ങളെ ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും പാകപ്പിഴവുകൾ, അപാകതകൾ, നാം തീരുമാനമെടുത്തിട്ട് നമുക്ക് ജയിക്കുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും പൈശാചിക തലത്തിൽ നിന്നും ഒക്കെ വെളിപ്പെടുന്ന എല്ലാവിധ കറകളും പൊടികളും, ഇവയുടെയൊക്കെ മുമ്പിലാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ വിളിക്കുന്നത്. നീ ധൈര്യത്തോടെ അടുത്തുക, നിന്റെ കാര്യങ്ങൾ നീ തുറന്നു പറ, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ പെർഫെക്റ്റ് ആക്കാം എന്നാണ് കർത്താവ് നമ്മോട് ഓർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്ക് ബലഹീനതകൾ ഉള്ളത് കൊണ്ടാണ്, നമുക്കൊരു വീഴ്ചയുടെ പ്രകൃതി ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവും മഹാപുരോഹിതനായി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ ഈ ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. ഈ ദാവീദ് മുഖാന്തരം അറിയിക്കുന്ന ഒരു ദൂത്, ഒരു വചനം അവിടെ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നൊക്കെയുള്ള ദൈവവചന ഭാഗങ്ങൾ നിങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും ഹെബ്രായ ലേഖനത്തിൽ നിന്നൊക്കെ വായിച്ചിട്ടില്ലേ? അവിടെ എന്താണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു നമ്മെ വിടുവിക്കുമെന്നൊരു സദ്വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തിന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവിലൂടെ നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഇസ്രായേൽ മക്കളെ പോലെ നിങ്ങൾ കഠിനഹൃദയരാകരുത്. എന്താ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ അവരെ കനാനിൽ എത്തിക്കാമെന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു. മോശയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടത്തി ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തി. എന്നാൽ കനാനിൽ അവരെ എത്തിക്കാം എന്ന് കർത്താവ് അവരോട് പറയുമ്പോൾ തന്നെ കനാനിലുള്ള മല്ലന്മാരെയും ഉറ്റുനോക്കുവാൻ ചെന്ന ദേശത്തുള്ള നിവാസികളെയും കണ്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് കഴിയുകയില്ല. ഞങ്ങൾ ആ മല്ലന്മാരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെയാണ്. അവർ ഞങ്ങളെ കൊന്നൊടുക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊള്ളയായി പോകും. അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ഒന്നുകൂടി പറഞ്ഞാൽ, മുൻപിലുള്ള മല്ലന്മാരെ കണ്ടിട്ട് തന്നെത്താൻ നോക്കി പരിതപിച്ച് ദൈവത്തെ അവിശ്വസിച്ച ഒരാളെ പോലും ദൈവം കനാനിൽ എത്തിച്ചില്ല. ഇതേ കാര്യമാണ് ഹെബ്രായ ലേഖകൻ നമ്മോട് പറയുന്നത്. നമ്മെ കരം പിടിച്ച് സ്വർഗീയ സ്ഥലങ്ങളിൽ എത്തിക്കാമെന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഉറപ്പ് തരുമ്പോൾ, ആ യേശുക്രിസ്തു പറഞ്ഞതിനെ മാത്രം മുറുകെ പിടിച്ച് വീഴ്ചകൾ വന്നെങ്കിൽ അപ്പോൾ ഏറ്റുപറഞ്ഞ് കൃപാസനത്തെങ്കിലേക്ക് ഓടിച്ചെല്ലുക ധൈര്യത്തോടെ. കാരണം വീഴ്ചയുള്ള ഏതൊരു മനുഷ്യനെയും ഏറ്റുപറയുവാൻ തയ്യാറുള്ള ഒരുവനെ, അനുദപിക്കുവാൻ തയ്യാറുള്ള ഒരുവനെ ഒരിക്കലും കൈവിടാതെ വീണ്ടും കൈക്കൊണ്ട് കൃപാസനത്തെങ്കിലേക്ക് കൈപിടിച്ച് നിർത്തുവാൻ കർത്താവായ യേശുക്രിസ്തു ഒരു മഹാപുരോഹിതനായി നമുക്കുണ്ട്. ഇതാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന വീഴ്ചകൾ വീണ്ടും നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്നും അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുകയില്ലെന്നും നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ സ്നേഹിക്കുന്ന ദൈവം, ക്രിസ്തുവിലൂടെ എന്നെ സ്നേഹിച്ച ദൈവം, എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവറിയിൽ തൻ്റെ മകനെ, തൻ്റെ പുത്രനെ തകർക്കുവാൻ ഏൽപ്പിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നും എൻ്റെ ഏറ്റുപറച്ചിലൂടെ വീണ്ടും എന്നെ കരം പിടിച്ച് യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ അടുക്കൽ ഇരുത്തുമെന്നും ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും, നിങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാനോ നിങ്ങളോ ഒരിക്കലും നമ്മുടേതായ നന്മകളിലോ നമ്മുടേതായ ബലത്തിലോ ആശ്രയിച്ചല്ല സ്വർഗീയ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. മറിച്ച് അവിടെ ഇരിക്കുന്ന നമ്മുടെ നല്ല മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ബലത്തിൽ മാത്രമാണ്. ഒന്നുകൂടി പറഞ്ഞ, കർത്താവിൻ്റെ കരുണയിൽ മാത്രമാണ് നാം കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുന്നത്. ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും 2-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് മഹാപുരോഹിതനായ കർത്താവിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഹെബ്രായ 2:17 നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
അവിടെ ഇപ്രകാരമാണ്: അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവേണ്ടത് അത് ആവശ്യമായിരുന്നു. അടുത്ത വാക്യം: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, കർത്താവ് തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. ആരാണ് ഈ സഹോദരന്മാർ? അത് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. ഹെബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ആദ്യജാതനായിരിക്കെ നാം എല്ലാം അതേ പിതാവിൻ്റെ മക്കളും ആ ആദ്യജാതനായ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരുമാണ് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. എന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വിവക്ഷ യേശുക്രിസ്തു എന്ന ആദ്യജാതനും അതേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി അതേ പിതാവിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച വലിയൊരു കൂട്ടം സഹോദരീ സഹോദരന്മാരും. അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് കർത്താവ് നമ്മളെ ചേർത്തിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇത് വളരെ മനോഹരമായിട്ട് എഫെസ്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹെബ്രായർ 2:17 നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്രകാരമാണ് പറയുന്നത്: യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ തക്കവണ്ണം അവൻ കരുണയുള്ളവനും അവരെ രക്ഷിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു സകലത്തിലും തൻ്റെ സഹോദരന്മാരായ നമ്മെപ്പോലെ ആയി തീരേണ്ടത് ആവശ്യമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നതും അഥവാ ശരീരത്തിൽ വന്നതും ഭൂമിയിൽ പാർത്തതും ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷകൾ, പരിശോധനകൾ, കഷ്ടതകൾ സകലവും തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന സകലരെയും കരുണയോടുകൂടി സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് കർത്താവിനെ ഈ നിലകളിൽ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. ഇത് വളരെ രസകരവും എന്നാൽ ചിന്തോദ്ദീപകവുമായൊരു കാര്യമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ നാം അത് ഏറ്റുപറയുമ്പോൾ വീണ്ടും തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപാകതകളെ വീണ്ടും ഏറ്റുപറഞ്ഞ് ദൈവകരങ്ങളിൽ അടുത്ത് ചെല്ലുമ്പോൾ നമ്മെ സഹായിക്കുവാനിരിക്കുന്ന, നമ്മോട് ക്ഷമിപ്പാനിരിക്കുന്ന ഈ മഹാപുരോഹിതന് നമ്മോട് പറയുവാനുള്ളത്: നിന്റെ അവസ്ഥകൾ നിന്നേക്കാൾ മെച്ചമായി എനിക്കറിയാം. നീ കടന്നുപോയ സകല ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. വീഴ്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നെങ്കിലും അനുതാപത്തോടെ മടങ്ങി വരുവാൻ ഒരു ഹൃദയം നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് കൈപിടിച്ച് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കരുണയുള്ള മഹാപുരോഹിതൻ നമുക്കുണ്ടെന്നുള്ളത് എത്രത്തോളം ധ്യാനാത്മകമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർവ്വകാലത്തിൽ എന്തെങ്കിലും അപാകതകളും പരാജയങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത മറ്റാരും അറിയാത്തതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഈ യേശുവിന് നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. കർത്താവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് തന്നെത്താൻ നമ്മെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു ഗിൽറ്റി കോൺഷ്യസിൽ ഒരു വിശ്വാസി മുൻപോട്ട് പോകുന്നത് ഒരിക്കലും ദൈവത്തിന് ഹിതമല്ല. നമുക്ക് കർത്താവ് തന്ന രക്ഷയുടെ സന്തോഷവും ആ പരിശുദ്ധാത്മാവിനുള്ള പ്രത്യാശയും ഒക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പിന്നെ നാം കടന്നു പോകുന്നത് പാപത്തെക്കുറിച്ചും അതുപോലെ മറ്റ് കുറ്റബോധമുള്ളൊരു മനസാക്ഷിയുടെ മുൻപോട്ട് പോയും തന്നെത്താൻ പഴിച്ചുമൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് തന്ന രക്ഷയുടെ സന്തോഷത്തെ തീർച്ചയായും മുറുകെ പിടിച്ച് അതീവ സന്തോഷത്തോടെ ജീവിക്കുന്ന സമാധാനപരമായൊരു ക്രിസ്തീയ ജീവിതമാണ് നമ്മെക്കുറിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളത്. ഒരു ദൈവ പൈതൽ എപ്പോഴും തൻ്റെ രക്ഷയുടെ സന്തോഷത്തിൽ ആ ക്രിസ്തുവിലുള്ള സമാധാനത്തിൽ തന്നെ മുൻപോട്ട് പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ, അറിഞ്ഞോ അറിയാതെയുള്ള ബലഹീനതകൾ വന്നാൽ, തീർച്ചയായും ഒരു മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിൽ വാദിക്കുന്നുണ്ട്, അഥവാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ മഹാപുരോഹിതൻ്റെ അടുക്കൽ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ
കർത്താവ് നമുക്കിടയാക്കട്ടെ. ഇനി ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല. പ്രൈസ് ഗോഡ്. എന്താ ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, നമ്മുടെ പാപപ്രകൃതി. നമ്മുടെ ജീവിതത്തിൽ ആദാമ്യ പാപപ്രകൃതി ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദാമ്യ പാപപ്രകൃതി ഉള്ളവരാണ് എല്ലാവരും. മനുഷ്യരായി ജനിച്ച സകലരുടെ മേലും അതുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, എത്രത്തോളം കർത്താവിൽ ജീവിപ്പാൻ ആഗ്രഹിച്ചാലും ഒരു വീഴ്ചയുടെ പ്രകൃതി എല്ലാ മനുഷ്യർക്കുമുണ്ട്. മാത്രമല്ല, എത്രത്തോളം ജീവിതത്തിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ക്രമീകരിച്ചാലും വീണ്ടും അതിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു പ്രകൃതിയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തീരുമാനങ്ങളിൽ മുൻപോട്ട് പോകുമ്പോഴും, നല്ല ഉറച്ച തീരുമാനങ്ങളിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴും നമ്മെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടറി വീഴുന്ന അനുഭവങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിൽ ഒരിക്കലും നാം തന്നെത്താൻ പഴിച്ച് പിന്നോക്കം മാറുവാനല്ല, മറിച്ച് ഈ മഹാപുരോഹിതന്റെ കരുണയിൽ ആശ്രയിച്ച് ഈ കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് നാം ധൈര്യത്തോടെ മുൻപോട്ട് ചെല്ലുവാനാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ ഇപ്രകാരം ആ 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് നമുക്ക് ഈ വചനഭാഗം ചിന്തിച്ച് അവസാനിപ്പിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട്, ഇതാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്താണ് അതുകൊണ്ടെന്ന് പറയുന്നത്? അതാണ് ആ 15-16 വാക്യങ്ങൾ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ നമ്മുടെ മഹാപുരോഹിതന് കഴിയും. കാരണം താനും തൻ്റെ ഐഹിക ജീവിതകാലത്ത് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പോൾ പരീക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയ നിലവാരം അറിയുവാൻ തക്ക ഒരു മഹാപുരോഹിതനാണ് യേശു. അപ്പൊ അങ്ങനെ ഒരു ദൈവ പൈതലിന്റെ മാനസിക നിലവാരങ്ങളെ അറിയുവാൻ കഴിയുന്ന ഈ യേശുവിൻ്റെ പക്കൽ ധൈര്യത്തോടെ നമുക്ക് അടുത്തിയെല്ലാം. എന്തുകൊണ്ട്? ബലഹീനതകൾ ജീവിതത്തിൽ വരാഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഈ ബലഹീനതകൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ അരികെ ചെല്ലുമ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ട് ഞാനും ഭൂമിയിൽ മനുഷ്യനായി വന്നതാണ്, ഞാനും മനുഷ്യരുടെ ഇടയിൽ പാർത്തതാണ്, എൻ്റെ ജീവിതത്തിലും പ്രലോഭനങ്ങളും പരീക്ഷകളും വന്നിട്ടുണ്ട്, ഞാനും ദൈവത്തിൽ ആശ്രയിച്ചതിനെ ജയിച്ചതാണ്, അതുകൊണ്ട് നീ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളിൽ എനിക്ക് അത് മനസ്സിലാക്കുവാനും ഒരു മുൻവിധി കൂടാതെ എനിക്ക് നിനക്ക് കരം തരുവാനും കഴിയും. നിന്റെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നെങ്കിലും മടങ്ങി വരുവാനും നല്ല ഹൃദയം നിനക്കുണ്ടല്ലോ, അതുകൊണ്ട് ചേർന്ന് വരിക, അടുത്തു വരിക എന്ന് വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ആകയാൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ ഓർപ്പിക്കപ്പെടുന്ന പ്രകാരം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമ്മുടെ നല്ല മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാരം, അവിടെ സ്വീകാരം എന്നുള്ള വാക്കിന് ഹോമോലോഗിയ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്, അക്നോളജ്മെന്റ് എന്നൊക്കെ പറയും. പ്ലീസ് ഗോഡ്. നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കാം. എന്താണ് ആ സ്വീകാര്യം? മഹാപുരോഹിതനായ ക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷ, ആ ഉറപ്പ്. ആ ഉറപ്പിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് കരുതുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ തിരുവചനം കേൾക്കുന്ന സകലരെയും സ്വർഗീയ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹാപൗരോഹിത്യത്തിൽ ആശ്രയിച്ച് വീണ്ടും കൃപാസനത്തോട് അടുത്തു വന്ന് ജയജീവിതം നയിപ്പാൻ ഇടയാക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ.